നീണ്ട കാലത്തെ ഇടതുഭരണത്തിന് ശേഷം കൊല്ലം കോർപ്പറേഷൻ ഇപ്പോൾ ഭരിക്കുന്നത് UDF ഭരണസമിതിയാണ്. നഗരത്തിലെ മാലിന്യ പ്രശ്നം, സ്ലാട്ടർ ഹൗസിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം, ഇവയിലൊക്കെ കോർപ്പറേഷൻ പുതിയ ഭരണസമിതിക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ ആയി എന്നുള്ളതാണ് ന്യൂസ് മലയാളം അന്വേഷിക്കുന്നത്. കൊല്ലം നഗരത്തിന്റെ പലയിടങ്ങളിലും ഇപ്പോൾ ഇതാണ് അവസ്ഥ. ചീഞ്ഞളിഞ്ഞ മാലിന്യക്കെട്ടുകൾ, ആശുപത്രി മാലിന്യങ്ങൾ മുതൽ ഹോട്ടലുകളിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ വരെ പലയിടത്തും കെട്ടിക്കിടക്കുന്നു. കൊല്ലം ബീച്ച്, പീരങ്കി മൈതാനം, വാടി ഹാർബർ എന്നിവിടങ്ങളിലും മാലിന്യം തള്ളിയിരിക്കുന്നത് കാണാം. ദേശീയ ജലപാതയുടെ ഭാഗമായ കൊല്ലം തോട് ഇന്ന് മാലിന്യവാഹിനിയായി മാറിക്കഴിഞ്ഞു. ഇവിടങ്ങളിൽ മാലിന്യം നീക്കാത്തത് ജനങ്ങളുടെ പൊറുതിമുട്ടിക്കുകയാണ്. ആരുടെ പരാതി വേണമെന്ന് മുനിസിപ്പാലിറ്റിയായിട്ട് ഇത് വേസ്റ്റ് പറക്കാനായിട്ട് അവരെ കൊണ്ടിട്ടിരിക്കുന്നു. അവർ വാടുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ തന്നെ പട്ടിയും എല്ലാം കടിച്ചു കുറച്ച് റോട്ടിൻ്റെ മുമ്പിൽ കൊണ്ടിടുക. ഓരോ ബോക്സ് വെക്കാൻ പറ്റത്തില്ലേ? ബോക്സ് പോലെ ഒരു സാധനം വെച്ച ആൾക്കാർ അതിൽ കൊണ്ടുവന്ന് ഇടുമല്ലോ, അതില്ല. പല പല അസുഖങ്ങൾ വരുന്ന ഇത്രയും ചവറും എല്ലാം കൂടി ഇരുന്നുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഭാഗത്തേന് ഒത്തിരി ക്യാൻസർ ഇതെല്ലാം ഉണ്ട്. അവർക്ക് ചികിത്സയ്ക്ക് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. സന്ധ്യയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ശല്യമാണ് കൊതുകിൻ്റെ. ഇപ്പോൾ ഈച്ചയുടെ ശല്യമൊക്കെ ഉണ്ട്, ഇപ്പോഴും ഒക്കെ ഉണ്ട്. മാസ്ക് ഇട്ടിരിക്കുന്നുണ്ട്, സ്മെല്ലും ഇതൊക്കെയാണ്. ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതും കോർപ്പറേഷൻ പരിധിയിലാണ്. തീരമേഖലയിൽ പലയിടത്തും ഡെങ്കിപ്പനി വ്യാപനവും ഉണ്ടായിട്ടുണ്ട്. കൊതുക് ശല്യം കാരണം ബീച്ചിൽ സന്ദർശകർക്ക് ഇരിക്കാൻ പോലും കഴിയുന്ന സാഹചര്യമല്ല. പലയിടത്തും ഓടകൾ വൃത്തിയാക്കാത്തത് കാരണം മലിനജലം റോഡിൽ കെട്ടിക്കിടക്കുന്നു. മാലിന്യ പ്രശ്നത്തിനൊപ്പം പകർച്ചവ്യാധി ഭീഷണി കൂടി പിടികൂടിയതോടെ പൊതുജനം ആശങ്കയിലാണ്. അതേസമയം മികച്ച രീതിയിൽ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം നടപ്പാക്കിയെന്നാണ് അധികൃതരുടെ വാദം. കൊല്ലം നഗരത്തിൽ എവിടെയാണ് മാലിന്യ നീക്കം നടക്കുന്നത്? കഴിഞ്ഞ 6 മാസത്തിനിപ്പുറം കൊല്ലം മേയർ എന്ത് ചെയ്തു? നഗരത്തിൽ ഷിഗല്ലയും ഡെങ്കിപ്പനിയുമൊക്കെ കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടും എന്ത് നടപടിയാണ് ഉണ്ടായത്? മറുപടി പറയേണ്ടത് നഗരസഭാധ്യക്ഷനും അധികൃതരുമാണ്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.